അറിയാം, ഇന്നലെ മുതൽ അവിടെ ഈ കാര്യങ്ങൾ നേരിട്ട് കണ്ട ആളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചിട്ടില്ല, അത് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം 2 സ്റ്റേജുകൾ നിർമ്മിച്ചു. ഒരെണ്ണം മാധ്യമപ്രവർത്തകർക്ക് നിൽക്കാനും ക്യാമറകൾ വെക്കാനും, മറ്റൊന്ന് അതിഥികൾക്ക് ഇരിക്കാനും. ഞാൻ മനസ്സിലാക്കുന്നത് അവസാന നിമിഷമാണ് മൈതാനത്ത് നിന്ന് സ്റ്റേജിലേക്ക് ഈ പ്രോഗ്രാം മാറ്റുന്നത് എന്നാണ്. ആ സ്റ്റേജ് ക്രൗഡഡ് ആയിരുന്നു. അവിടെ കസേര ഇട്ടത് ഒരു തരത്തിൽ ഒരാൾക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത വിധത്തിലുമായിരുന്നു. അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ അപകടമെന്ന് 100% പറയാൻ കഴിയുന്ന ഒരു അപകടമാണ് ഉമാ തോമസ് MLA ക്ക് ഗുരുതരമായി പരുക്കുപറ്റുന്നതിലേക്ക് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഒന്നാം പ്രതി ആരാണ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു അപകടമല്ല. കൃത്യമായി തന്നെ ഇത് നടപ്പിലാക്കിയ സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച മൂലം, ആ വീഴ്ച കൃത്യമായി കണ്ടതിൽ നടപടിയെടുക്കാത്ത GCDA അടക്കം ഉദ്യോഗസ്ഥരുടെ കൃത്യമായി ഇടപെടലില്ലാത്തത് മൂലമുണ്ടായ അപകടമെന്ന് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നതാണ് അവിടെ സംഭവിച്ചത്. അതിന് കാരണമുണ്ട്. കാരണം ഈ സ്റ്റേജ് താൽക്കാലികമായി ഇവർ അവിടെ കെട്ടിപ്പൊക്കിയത് GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ കണ്ടതാണ്. അവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേജ് കെട്ടുന്നു, അതിന് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സംഘാടകർ നൽകിയ മറുപടി ഇതൊരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിട്ടുള്ള താൽക്കാലിക ഇടമാണെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു തടസ്സവാദവും ഉന്നയിക്കാതെ ആ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. ഒരു ഉദ്ഘാടന ചടങ്ങ് അവിടെ നടത്താനുണ്ട് എന്ന് സംഘാടകർ പറയുമ്പോൾ ആ ചടങ്ങിലേക്ക് അവിടെ ക്ഷണിക്കപ്പെട്ട മുഴുവൻ ആളുകളും എത്തുമെന്ന് സ്വാഭാവികമായും ഏതൊരാൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം മുന്നിൽ കണ്ട് അത് കൃത്യമായി തടയാൻ GCDA അധികൃതർ അന്ന് ശ്രമിച്ചില്ല? അതായത് തലേ ദിവസം പരിപാടി നടക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം അന്ന് രാവിലെയാണ് ഇവർ പരിശോധന നടത്തിയത്. അന്ന് ശ്രമിച്ചില്ല എന്നത് ഉയരുന്ന ചോദ്യം. അത് വലിയ വീഴ്ചയാണ്. അത് GCDA ഇനി സമ്മതിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അതാണ് അവിടെ സംഭവിച്ചത്. ഗ്രൗണ്ടിൽ നടത്തേണ്ടിയിരുന്ന ഒരു ഉദ്ഘാടന പരിപാടി അവസാന നിമിഷം സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന സംഘാടകർക്ക് അതിനൊരു സാഹചര്യം അവിടെ ഇല്ല, സൗകര്യമില്ല എന്ന് തിരിച്ചറിയാൻ തക്ക ഒരു ബോധമോ ചിന്തയോ ഉണ്ടായില്ല എന്നതാണ് ഉയർന്ന മറ്റൊരു ചോദ്യം. അവർ ന്യായീകരിച്ചത് ഞങ്ങൾ പുറകിലൂടെ കടന്നു വരാൻ സ്ഥലം ഇട്ടിരുന്നു എന്നുള്ളതാണ്. ഏതൊരു സ്റ്റേജിലേക്കും കയറുന്ന ആൾ പുറകിലൂടെ മാത്രമാണോ ഒരു സ്റ്റേജിലേക്ക് കയറുക? ഉമാ തോമസ് MLA സ്റ്റേജിൽ കയറി കസേരയിൽ ഇരുന്നു. അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ആ മുന്നിലുള്ള വഴിയിലൂടെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ സാധാരണ മനുഷ്യർ ചെയ്യുന്നത് പോലെ മുമ്പോട്ട് നടന്നപ്പോൾ കാല് ഒന്ന് മുൻപോട്ട് വെച്ചപ്പോൾ അത് സ്റ്റേജിന് പുറത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ 14 അടി താഴ്ചയുള്ള നിലത്തേക്ക് അവർ വന്ന് പതിക്കുകയായിരുന്നു. ഒരു ക്യൂ മാനേജർ വെച്ചിട്ടാണോ ഒരു സ്റ്റേഡിയത്തിൽ ബാരിക്കേഡ് വെക്കേണ്ടതെന്നാണ് അവിടെ ഉയർന്ന ചോദ്യം. അതൊരു വീഴ്ചയായ സംഘാടകർ ആ നിമിഷം പോലും കണ്ടിട്ടില്ല. അത് അവർക്ക് സംഭവിച്ച ശ്രദ്ധക്കുറവെന്നതായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. അതവർ പിന്നീട് ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല, പക്ഷെ അതായിരുന്നു അവരുടെ ആദ്യ പ്രതികരണം. എന്തായാലും കമ്മീഷണറും ADGPയും മന്ത്രിയും ഒക്കെ പങ്കെടുത്ത ഒരു ചടങ്ങിൽ ഒരു വേദിയാണ് ഇങ്ങനെ താൽക്കാലിക ഒരു തട്ടുകെട്ടി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നമ്മൾ ആ സ്റ്റേജിന്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ് കോർപ്പറേഷന്റെയും ഫയർഫോഴ്സിന്റെയും മുൻകൂർ അനുമതിയോടുകൂടിയേ ഏത് തരത്തിലുള്ള താൽക്കാലിക നിർമ്മാണ പ്രവർത്തനവും നടത്താവൂ എന്ന്. അത് വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. സൈറ്റ് എഞ്ചിനീയറുടെയും സെക്യൂരിറ്റിയുടെയും നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കണം എന്നുണ്ട്. സൈറ്റ് എഞ്ചിനീയർ അവിടെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ടോ, പുള്ളിയുടെ മേൽനോട്ടം അവിടെ ഉണ്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞ നിർദ്ദേശം പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. എല്ലാ അനുമതികളും ലഭ്യമാക്കണം, സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ നടത്തുന്ന സംഘാടകർ ഏർപ്പാക്കണം. ഇതും രേഖാമൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള നിബന്ധനയാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. ഇതൊക്കെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടും അത് ആ പരിപാടി അതുപോലെ അവിടെ നടന്നു, അപകടം ഉണ്ടായതിനു ശേഷം പോലും നടന്നു. ഈ സാഹചര്യം ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ നേർസാക്ഷ്യത്തിൽ അവരുടെ മുൻപിൽ അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് നടക്കുന്നത്. ഒപ്പം GCDA ചെയർമാനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആര് വയലേഷൻ നടത്തി എന്നുള്ളത് ആരാണ് പരിശോധിക്കേണ്ടത്, എങ്ങനെയാണ് വയലേഷൻ തടയേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യം അവിടെ നിൽക്കുകയാണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഇത് സംഘാടകർ വീഴ്ച വരുത്തിയെങ്കിൽ ആ വീഴ്ചയ്ക്ക് മൗനാനുവാദം കൊടുത്തത് അത് കൃത്യമായി നിയന്ത്രിക്കേണ്ടിയിരുന്ന ഉദ്യോഗസ്ഥരാണ് എന്നത് പറയുന്നത് ആ സാഹചര്യം കൊണ്ടാണ്. അതായത് ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റും മൃദംഗ വിഷനും ഇതിൽ വീഴ്ച വരുത്തി. ആ വീഴ്ച പക്ഷെ ഉദ്യോഗസ്ഥർ കണ്ടിരുന്നു, നേരത്തെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലായത്. അതായത് GCDA എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ അവിടെ എത്തി ഈ സ്റ്റേജ് പണിയുന്നത് കണ്ടു. സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അങ്ങനെ ഒരു തട്ട് കെട്ടിക്കൊണ്ടുള്ള ഒരു പരിപാടി കണ്ടിട്ടില്ല. അവിടെ കൃത്യമായി സ്റ്റേജ് ഉണ്ട്, VIP-കൾക്ക് ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്. അതൊക്കെ മറച്ചുകൊണ്ട് 2 തട്ട് കെട്ടി ഇഷ്ടിക വെച്ച് അതിന് മുകളിൽ കമ്പി വെച്ച് 2
രണ്ട് തട്ട് കെട്ടി ഒരു സ്റ്റേജ് ഉണ്ടാക്കിയത് ഒന്നാമത്തെ വീഴ്ചയാണ്. അത് എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടപ്പോൾ നിലവിളക്ക് കൊളുത്താൻ വേണ്ടി ഏർപ്പെടുത്തിയ ക്രമീകരണമാണെന്ന് സംഘാടകർ പറഞ്ഞപ്പോൾ എങ്കിൽ നിങ്ങൾ അത് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞു പോകാൻ എങ്ങനെയാണ് ഒരു എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കഴിയുക? സാധാരണ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ടെമ്പററി സ്ട്രക്ചർ ആൻഡ് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണം, PPR ലൈസൻസ് വേണം, PWD ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തണം. 2 മീറ്ററിന് മുകളിൽ ഉയരമുള്ള സ്റ്റേജ് ആണെങ്കിൽ ഇതൊന്നും അവിടെ നടന്നില്ല. ഇത് ഉദ്യോഗസ്ഥർ കണ്ടെങ്കിൽ അവർ അത് കാണാത്തതുപോലെ തിരിഞ്ഞു മടങ്ങിപ്പോയി. പിന്നീട് അവിടെ എത്തി പരിശോധന നടത്തിയ GCDയുടെ ചെയർമാൻ ചന്ദ്രൻപിള്ള, കമ്മീഷണർ, ADGP ശ്രീജിത്ത് അടക്കമുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ ഈ വീഴ്ച ശ്രദ്ധയിൽപ്പെട്ടില്ല? നമ്മൾ അതിനുശേഷം കമ്മീഷണർ ആ സ്റ്റേജിലെത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ആ സ്റ്റേജിലേക്ക് കയറിയിരുന്നു, ഞാൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ സ്റ്റേജ് അക്ഷരാർത്ഥത്തിൽ നിന്ന് കുലുങ്ങുകയായിരുന്നു. അന്നേരം ഈ അതിഥികളുടെ അത്രയും പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ആളുകൾ കയറുമ്പോൾ ഇതിന്റെ ഒരു സുരക്ഷിതമില്ലായ്മ മനസ്സിലാകുന്നില്ലേ എന്നതാണ് ഉയർന്നു നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇത്രയും നടന്നുള്ളല്ലോ എന്ന് കരുതാൻ കഴിയുള്ളൂ.